ഇത് ഗ്രീൻ കളർ. പിന്നെ ഈ മൂണില്ലേ, ഇത് യെല്ലോ കളർ. ചുവപ്പ് കളറോ? ചുവപ്പ് കളറിൽ ഒന്നും ഉണ്ടാവില്ലടാ. പിന്നില്ലേ, ഈ ബുക്കിലാണ് ഈ സ്റ്റാറും ഈ മൂണും ഗ്രീൻ യെല്ലോ കളറിലുള്ളത്. പക്ഷേ സ്കൈയില് എല്ലാം വൈറ്റ് കളർ തന്നെ ഉണ്ടാവും. സ്റ്റാർ, മൂൺ, പിന്നെ സൺ എല്ലാം വൈറ്റ് കളർ തന്നെ ഉണ്ടാവും. ഇക്ക് സൺ പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? രാവിലെ ആവുമ്പോ സണ്ണ് വരും, പിന്നെ രാത്രി ആവുമ്പോ മൂൺ വരും. ഇപ്പൊ നീ സണ്ണ്, മൂണ്, സ്റ്റാർ എല്ലാം പഠിച്ചില്ലേ? ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാട്ടോ. കുട്ടി, ഹായ് പിഗ്ഗു ചേച്ചി. നീ എന്ത് ചെയ്യുവാണ്? പിഗ്ഗു ചേച്ചി, ഞാനും അപ്പുറത്ത് കൂടെ ഇത് ബുക്കില് സ്റ്റാർസ് ഒക്കെ പഠിക്കുക. ശരി, ഞാനും ടിങ്കുവില്ലേ പുറത്ത് ബോൾ കളിക്കാണ്. നീ അപ്പുറത്തും കൂടെ വരുന്നുണ്ടോ ബോൾ കളിക്കാൻ? പുറത്തോ? അത് പിഗ്ഗു ചേച്ചി, പുറത്ത് ഒരുപാട് വെയിലടിക്കുന്നില്ലേ, അതുകൊണ്ട് അമ്മ എന്നെ അപ്പുറത്തെയും പുറത്ത് വെയിലത്ത് പോയി കളിക്കാൻ പറ്റില്ല, വീട്ടിനകത്ത് തന്നെ ഇരുന്ന് കളിക്കണമെന്നാ പറഞ്ഞത്. എത്ര നേരം വീട്ടിന്റെ അകത്ത് തന്നെ കളിക്കും? ഈ ബുക്സ് ഒക്കെ നോക്കി ഡ്രോയിങ് ഒക്കെ ചെയ്ത് ബോർ അടിക്കുന്നില്ലേ? നമുക്ക് പുറത്ത് ബോൾ കളിച്ച ജോളി ആയിട്ടുണ്ടാവില്ലേ? ബോൾ കളിച്ച ജോളി ആയിട്ടുണ്ടാവും. പക്ഷെ അമ്മ പുറത്ത് പോവാൻ പറ്റില്ല പറഞ്ഞല്ലോ. അത് ഒരുപാട് നേരം വെയിലത്ത് കളിച്ചാൽ തന്നെ അമ്മ ചീത്ത പറയും. നമുക്ക് കുറച്ചു നേരം കളിക്കാം. നീ എന്റെ അമ്മന്റെ അടുത്ത് ചോദിച്ചിട്ടേ അപ്പോസിയും കൂട്ടിയിട്ട് വാ, നമുക്ക് പുറത്ത് ബോൾ കളിക്കാം. ശരി പിഗ്ഗു ചേച്ചി, അമ്മ കൊണ്ട് ചോദിച്ചു നോക്കട്ടെ. അമ്മ ശരി പറഞ്ഞാ ഞാൻ അപ്പോസിയെ കൂട്ടിയിട്ട് പുറത്ത് ബോൾ കളിച്ചാ വരാം. ശരി റിയ, നീ അമ്മനെ കൊണ്ട് ചോദിച്ചിട്ടേ അപ്പോസിയും കൂട്ടിയിട്ട് വാ, ഞാനും ടിങ്കു പുറത്ത് ബോൾ കളിക്കുന്നുണ്ട്. പിഗ്ഗു ചേച്ചി കൂടെ ബോൾ കളിക്കാൻ പോണം. പക്ഷെ അമ്മ പുറത്ത് പോവാൻ വിടുവോ? രണ്ടുപേരും ഇവിടെ ഇരിക്കുവാണോ? എന്താ അപ്പൂസേ, സ്റ്റാറോ? ബുക്കിൽ സ്റ്റാർ, മൂണൊക്കെ നോക്കി പഠിക്കുവാണോ രണ്ടുപേരും കൂടെ? ശരി ശരി, ഇതുപോലെ ഒരെവിടെ മിണ്ടാതെ ഇരുന്ന് രണ്ടുപേരും കൂടെ കളിക്കിട്ടോ. അത് ചെടിക്ക് നമ്മ വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിച്ചാലല്ലേ ചെടി നന്നായിട്ട് വളരുള്ളൂ. ഇപ്പൊ നമ്മ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ ചെടിക്കുള്ള ഭക്ഷണം വെള്ളം, കാറ്റും സൂര്യപ്രകാശവും തന്നെയാണ്. സൂര്യപ്രകാശവും കാറ്റും ചെടി തന്നെ എടുത്തോളും. പക്ഷെ വെള്ളം അങ്ങനെയല്ലല്ലോ, നമ്മളല്ലേ ഒഴിക്കേണ്ടത്. അതാ അമ്മ ചെടിക്ക് വെള്ളം ഒഴിച്ചത്. അപ്പൊ വെള്ളം ഒഴിച്ചാൽ തന്നെ ചെടി വളരുമോ? അതേ അമ്മൂസേ, വെള്ളം ഒഴിച്ചാൽ തന്നെ ചെടി വളരുള്ളൂ. അതുമല്ലാതെ ഇപ്പൊ വെയിൽ സമയമല്ലേ, ഇപ്പൊ നമുക്കെങ്ങനെ ഒരുപാട് വെള്ളത്താകം എടുക്കണം, നിറയെ വെള്ളം കുടിക്കണം പോലെ തോന്നണോ, അതുപോലെ തന്നെ ചെടിക്കും അതിനും വെയിൽ സമയത്ത് നിറയെ വെള്ളം ആവശ്യപ്പെടും. അതാ നമ്മ ഈ വെയിൽ സമയത്ത് ചെടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാ തന്നെ അത് നല്ലപോലെ വളരുള്ളൂ. പിന്നെ ചെടിക്ക് മാത്രമല്ല, ഈ വെയിൽ സമയത്ത് നമ്മൾ നിറയെ വെള്ളം കുടിക്കണം. ഇപ്പൊ ചെടിക്കമ്മ വെള്ളം ഒഴിച്ചപ്പോ ആ വെള്ളം മുഴുവനും ചെടി കുടിച്ചില്ലേ, അതുപോലെ ഇപ്പൊ അമ്മൂസിനും അപ്പുകുട്ടിക്കും അമ്മ വെള്ളം കൊണ്ടുവരും. രണ്ടുപേരും കുടിക്കണം കേട്ടോ. നിക്കമ്മ വെള്ളം കൊണ്ടുവരാ. രണ്ടുപേരും കൂടെ വെള്ളം കുടിക്ക്. അപ്പൂസ് വെള്ളം കുടിച്ചല്ലോ. റിയ, അവിടെ നോക്ക് അപ്പു എങ്ങനെ വെള്ളം കുടിച്ചെന്ന്. എന്നാ നീ വെള്ളം കുടിക്ക്. റിയ, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് വെള്ളം കുടിച്ചതൊന്നും കാര്യമില്ല, അതൊന്നും മതിയാവില്ല. ഈ വെയിൽ സമയത്ത് ഒരുപാട് ചൂടല്ലേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടേ ഇരിക്കണം. കുപ്പിയിലാക്കി അടുത്ത് വെച്ചിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നു പറഞ്ഞാ നീ ആ വെള്ളം കുടിക്കണേ ഇല്ല. അതുകൊണ്ടാ ഞാൻ തന്നെ ഇങ്ങനെ ഗ്ലാസ്സിലാക്കി കൊണ്ടുവന്ന് തരുന്നത്. അമ്മ തരുമ്പോഴൊക്കെ കുറച്ച് കുറച്ച് വെള്ളം കുടിക്ക്, എന്നാ തന്നെ വെയിൽ സമയത്ത് ചൂടാവാതെ ഇരിക്കുള്ളൂ. ഇപ്പൊ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും കുടിക്ക് നോക്കട്ടെ. ശരി റിയ, ഇത് മുഴുവനും കുടിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു അര ഗ്ലാസ് എങ്കിലും കുടിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഒരു അര ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ടേ ഇരിക്കണം റിയ, അല്ലെങ്കിൽ ഒരുപാട് ചൂടാവും, ടയേർഡാവും, പിന്നെ മയക്കം വരും. അമ്മ തരുമ്പോഴൊക്കെ വെള്ളം കുടിക്കണം. ഇത് ആദ്യം നീ കുടിക്ക്, ഒരു അര ഗ്ലാസ് കുടിച്ചാ മതി. റിയ, ഞാൻ അര ഗ്ലാസ് കുടിക്കാൻ പറഞ്ഞതാണ്, ഒരേ ഒരു വായി കുടിച്ചിട്ട് മതി എന്നാണോ? ഇനി കുറച്ചുകൂടെ കുടിക്ക്.
പുറത്തു പോയി കളിക്കാനോ? എന്തിനറിയാ? പുറത്ത് ഒരുപാട് വെയില, പുറത്തൊന്നും പോണ്ട. രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ഈ ബുക്കൊക്കെ വെച്ച് കളിക്കല്ലേ. ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കളിച്ചാ മതി. ഇനി അച്ഛൻ കുറെ ഡ്രോയിങ് ബുക്സ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ, അതൊക്കെ എടുത്തിട്ട് വന്ന് അപ്പൂസും നീയും കൂടെ ഡ്രോയിങ് ചെയ്ത് കളിക്ക്. ഈ വെയിൽ സമയത്ത് പുറത്തൊന്നും പോയി കളിക്കണ്ട. റിയ, അവര് രണ്ടുപേരും കളിക്കുകയാണെങ്കിൽ അവര് വലിയ കുട്ടികളാ. അവര് നിറയെ വെള്ളമൊക്കെ കുടിക്കും. അതുകൊണ്ട് അവര് കുറച്ചു നേരം കളിക്കണത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നീ ചെറിയ കുട്ടിയാ. നീ പുറത്തു പോയി ബോളൊക്കെ കളിച്ചാലേ ഈ വെയിലത്ത് നീ തലകറങ്ങി വീഴും. പിന്നെ നീ ശരിക്കും വെള്ളവും കുടിക്കാറില്ല. ഈ വെയിലത്ത് പോയി കളിച്ചാ എന്തായാലും മയക്കം വരും. അതൊന്നും വേണ്ട, വീട്ടിന്റെ അകത്ത് തന്നെ കളിക്ക്. റിയ, നീ പറഞ്ഞാ കേക്കില്ലല്ലേ? ശരി, എന്നാ നീ പുറത്തു പോയി കളിക്കുകയാണെങ്കിലേ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും കുടിച്ചിട്ട് പോയാ മതി. ഇവിടെ നോക്കറിയ, പുറത്ത് ഒരുപാട് വെയിലാ. ഈ വെയിലത്ത് പോയി കളിക്കുകയാണെങ്കിലേ നിറയെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ പുറത്തു പോയി കളിച്ചാൽ മയക്കം വരും. ഈ വെള്ളം മുഴുവനും കുടിച്ചിട്ട് നീ പുറത്തു പോയി കുറച്ചു നേരം കളിച്ചോ. പക്ഷെ ഒരുപാട് നേരം വെയിലത്ത് നിൽക്കാൻ പറ്റില്ല. കുറച്ചു നേരം കളിച്ചിട്ട് വരണം കേട്ടോ. ശരി, എന്നാ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും കുടിച്ചിട്ട് പോയാ മതി. അയ്യോ, വെള്ളം കുടിക്കാനേ പറ്റുന്നില്ല. അമ്മത്തിന്റെ വയറ് ഫുള്ളായി. ഇതിന്റെ അപ്പുറം വെള്ളം കുടിക്കാൻ പറ്റില്ല. പക്ഷെ അമ്മ വെള്ളം മുഴുവനും കുടിച്ചാൽ തന്നെ പുറത്തു പോയി കളിക്കാൻ പറ്റും പറഞ്ഞല്ലോ. വെള്ളം മുഴുവനും കുടിച്ചില്ലെങ്കിൽ പുറത്തു പോയി കളിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഐഡിയ. അമ്മ എന്ത് പറഞ്ഞത്? ചെടി നന്നായിട്ട് വളരാൻ ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. ഇപ്പൊ അമ്മോട്ടിനിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അമ്മോട്ടിട്ട് വെള്ളം ചെടിക്ക് കൊടുക്കാൻ പോവാണ്. അമ്മ പറഞ്ഞില്ലേ ഇത് വെള്ളം മുഴുവനും കുടിച്ചാൽ തന്നെ പുറത്തു പോയി കളിക്കാൻ പറ്റുന്ന്. അമ്മോട്ടെ ഈ വെള്ളം ചെടിക്ക് വയ്ക്കും. എന്നിട്ട് അമ്മ കൊണ്ട് ഈ വെള്ളം മുഴുവനും കുടിച്ചു പറയും. അപ്പൊ അമ്മ വിശ്വസിക്കുമല്ലോ. ഇപ്പൊ അമ്മോട്ടിട്ട് വെള്ളം മുഴുവനും ചെടിക്ക് വെച്ചിട്ട് പുറത്ത് കളിക്കാൻ പോവും. ഇപ്പൊ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും ആരാ കുടിച്ചത്? ചെടിയല്ലേ അപ്പുത്തെ? ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും അമ്മൂസ കുടിച്ചത് കേട്ടോ. ഇപ്പൊ അമ്മൂസ പുറത്ത് കളിക്കാൻ പോവാണ്. ടാറ്റാ, ബൈ അപ്പുത്തെ. അമ്മൂസേ, എണിക്കടാ. എന്താടാ അമ്മൂസേ? ഒന്നുമില്ല, എനിക്ക് ഒന്നും പറ്റിയിട്ടില്ലടാ അമ്മൂസേ. അമ്മൂസ് കുറെ നേരം വെയിലത്ത് കളിച്ചത് കൊണ്ട് മയക്കം വന്നതാ, വേറെ ഒന്നുമില്ല. എന്നാ ഈ വെള്ളം കുടിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മൂസേ? ഇപ്പൊ ശരിയായോ അതോ വീണ്ടും മയക്കം വരുന്ന പോലെ ഉണ്ടോ? അതൊന്നുമില്ലടാ പിങ്കു, അത് ഒരുപാട് വെയിലല്ലേ, അതാണ് വെയിലത്ത് കളിച്ചതും അമ്മൂസിന് മയക്കം വന്നത്. ഇതിനാ പറയുന്നത് നിറയെ വെള്ളം കുടിക്കണം, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്ന്. വെള്ളം കുടിക്കാതിരുന്ന ഇതുപോലെ തന്നെ വെയിലത്ത് കളിക്കുമ്പോൾ മയക്കം വരും. എടാ അമ്മൂസേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് അച്ഛൻ പറഞ്ഞതല്ലേ. അമ്മ നിനക്ക് വെള്ളം തന്നോ? നീ വെള്ളം കുടിച്ചോ ഇല്ലയോ? എന്താടാ അമ്മൂസേ ഇത്? അമ്മ കുടിക്കാൻ തന്ന വെള്ളത്തിനെ ചെടിക്ക് ഒഴിച്ചിട്ട് നീ കളിക്കാൻ വന്നാ പിന്നെ വെയിലത്ത് കളിക്കുമ്പോ നിനക്ക് മയക്കം വരാതെ പിന്നെ എന്താടാ ആവാ? അങ്ങനെ പറയാൻ പാടില്ലടാ അമ്മൂസേ. ഇപ്പൊ ഒരുപാട് വെയിലല്ലേ, ചൂട് സമയത്തൊക്കെ നിറയെ വെള്ളം കുടിക്കണം. ഒരേ സമയത്ത് ഫുള്ളായിട്ട് നിറയെ വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ടേ ഇരിക്കണം. വെള്ളം കുടിക്കാതിരുന്ന ഇതുപോലെ തന്നെ വെയിലത്ത് വരുമ്പോ മയക്കം വരും. ഇനി ഒരു 2 മാസത്തിന് നല്ല വെയിലാ. ഈ സമയത്ത് ഇങ്ങനെ ഒരുപാട് നേരം പുറത്ത് കളിക്കാനും പാടില്ല. വൈകിട്ട് വെയിലൊക്കെ കുറഞ്ഞ ശേഷം തന്നെ പുറത്ത് വന്ന് കളിക്കാൻ പറ്റുള്ളൂ. ശരിയാ പിങ്കു? നല്ല വെയിലുള്ളപ്പോ വീട്ടിൽ തന്നെ കളിക്കണം. പിന്നെ നിറയെ വെള്ളവും കുടിക്കണം. ഇപ്പൊ കണ്ടില്ലേ വെള്ളം കുടിക്കാതെ അമ്മൂസ മയങ്ങി വീണത്. ഇനിയെങ്കിലും അമ്മൂസ നിറയെ വെള്ളം കുടിക്കുവോ?
ഇല്ലടാ അമ്മൂസേ, വെള്ളം നിറയെ കുടിച്ചാൽ മയക്കം വരില്ല. വെള്ളം കുടിക്കാതിരുന്നാൽ തന്നെ മയക്കം വരുള്ളൂ. അമ്മൂസ് ഇനി നിറയെ വെള്ളം കുടിക്കുമല്ലോ, അപ്പൊ ഇനി മയക്കം ഒന്നും വരില്ല. ആ ശരിയടാ അമ്മൂസേ, ഇനി അമ്മൂസ് നിറയെ വെള്ളം കുടിക്കുമല്ലോ. അതുപോലെ അമ്മൂസിന്റെ ഫ്രണ്ട്സിനെ കൊണ്ടും ഈ വെയിൽ സമയത്ത് നിറയെ വെള്ളം കുടിക്കാൻ പറയും. ചെറിയ കുട്ടികൾ മാത്രമല്ല, ഈ വെയിൽ സമയത്ത് വലിയവരും നിറയെ വെള്ളം കുടിക്കണം. ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം.